നമസ്കാരം. മാസ്റ്ററിങ് ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MS വേഡ്, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെ ടൈറ്റിൽ ബാർ, അതുപോലെ തന്നെ ടാബുകളെ കുറിച്ചും ഹോം ടാബിലെ ആദ്യത്തെ ബ്ലോക്കായ ക്ലിപ്പ് ബോർഡ് ബ്ലോക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിൽ ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിൻറ്റർ, ഇത്രയും ഓപ്ഷൻസ് ആണ് ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഫോണ്ട് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോണ്ട് ഫേസ് ആണ്. ഫോണ്ട് ഫേസ് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+F ആണ്. അപ്പോൾ നോക്കിയേ, ഫോണ്ട് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുക? ആദ്യമേ നമ്മൾ എന്ത് വേണം? ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ബൈ ഡീഫോൾട്ടായിട്ട് ഏത് ഫോണ്ടാണെന്ന് ചോദിക്കും. ഡീഫോൾട്ടായിട്ടുള്ള ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രി ആണ്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഫോണ്ടുകളും നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഏരിയൽ നാരോ കൊടുത്തു, അപ്പോൾ ആ ഫോണ്ട് ചേഞ്ച് ആയി. ഇവിടെ ഏരിയൽ നാരോ എന്ന് വന്നു. അപ്പോൾ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോണ്ട് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫോണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഏതെന്ന് പറയുന്നത് Ctrl+Shift+F. ഇതിനകത്തും എന്തുണ്ട്? ഫോണ്ടിൻ്റെ എല്ലാ ഓപ്ഷൻസ്, ആ ഫോണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫോണിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? ഫോണിന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? Ctrl+Shift+F ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ Ctrl+Dയും ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും പറയുന്നുണ്ട്. Ctrl+Shift+Fഉം പറയുന്നുണ്ട്, Ctrl+Dയും പറയുന്നുണ്ട്. നോക്കി, ഫോണ്ട് ഫേസ് നമ്മൾ ചേഞ്ച് ചെയ്തു. എങ്ങനെയാണ്? ഫോണ്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് എടുത്തു കൊടുത്ത് നമ്മൾ ഫോണ്ട് ഫേസ് ചേഞ്ച് ചെയ്തു. അടുത്തെന്ന് പറയുന്നത് ഫോണ്ട് സൈസ് ആണ്. ഫോണ്ട് സൈസ് ഇവിടെ 11 ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സൈസ്. ഇപ്പോൾ നമുക്ക് എവിടെ വരെ ചേഞ്ച് ചെയ്യാം? ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഏതാണ്? അല്ലെങ്കിൽ ഫോണ്ട് അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 8 ആണ്. അത് മുതൽ നമുക്ക് 72 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫോണ്ട് സൈസ് കൂട്ടാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രോ ഫോണ്ടാണ്. ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ 72 കൂടുതൽ വേണമെങ്കിൽ, അതായത് ഒരു ലിമിറ്റഡ് സൈസ് വെച്ചിട്ട്, ഒരു ഫിക്സഡ് സൈസ് വെച്ചിട്ട് അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം, സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഗ്രോ ഫോണ്ട് യൂസ് ചെയ്യാം. കണ്ടോ, അടുത്ത എത്രയായി? 80, അതിനുശേഷം 90, 100, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ 72 കൂടുതലും കൂട്ടണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഗ്രോ ഫോണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കുറയ്ക്കണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. കണ്ടോ, അത് കുറഞ്ഞു വരുന്നത് ഷ്രിങ്ക് ഫോണ്ട്. ഇപ്പോൾ ഗ്രോ ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+greater than ആണ്. ഞാൻ മൗസ് അവിടെ വെക്കുമ്പോൾ അവിടെ കാണിക്കും ഷോർട്ട് കട്ട് കീ ഗ്രോ ഫോണ്ട് Ctrl+greater than. ഇതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് കട്ട് കീയും പഠിച്ചു പോവുക. ഇനി ഷ്രിങ്ക് ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ആണെന്നുണ്ടെങ്കിൽ Ctrl+less than ആണ് ഷ്രിങ്ക് ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഫോണ്ട് ഫേസ്, ഫോണ്ട് സൈസ്, ഗ്രോ ഫോണ്ട്, ഷ്രിങ്ക് ഫോണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ബോൾഡ്. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡ്. Ctrl+B ആണ് ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോൾഡായിട്ട് മാറും. അടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ് ആണ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിസൈസ് ചെയ്യാൻ, അതായത് ഒരു ചരിഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലിക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇറ്റാലിക്സിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+I ആണ്. അതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ. എന്താണ്? ബോൾഡ്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് Ctrl+B. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ Ctrl+I. അടുത്തതെന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+U ആണ്. ഇനി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അണ്ടർലൈൻ നമുക്ക് യൂസ് ചെയ്യാം. ഡബിൾ അണ്ടർലൈനോ ഡോട്ടഡ് അണ്ടർലൈനോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ത്രൂ ആണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഡ്രോ എ ലൈൻ ത്രൂ എ സെലക്റ്റഡ് ടെക്സ്റ്റ്. നമ്മൾ ഈ സെലക്ട് ചെയ്ത ടെക്സ്റ്റിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രൈക്ക് ത്രൂ ആണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്?
ഡാഷ് ഈസ് യൂസ്ഡ് ടു ഡ്രോ എ ലൈൻ ത്രൂ എ സെലക്റ്റഡ് ടെക്സ്റ്റ്. ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിലൂടെ ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ് സ്ട്രൈക്ക് ത്രൂ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ H2O അല്ലെങ്കിൽ H2SO4 എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ H2O എന്ന് എഴുതും. ഞാൻ കാണിച്ചു തരാം. H2O. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ബോൾഡ് സ്ട്രൈക്ക് ത്രൂ ഒക്കെ സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പം നമുക്കത് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ H2O എന്ന് എഴുതി. അപ്പോൾ ഈ H2Oയിൽ 2 എവിടെയാണ് നമുക്ക് വരേണ്ടത്? താഴെയാണ് വരേണ്ടത്. അപ്പം നമ്മൾ ആ 2 സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക. സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് എവിടെ വരും? താഴെ വരും. ഇനിയിപ്പോൾ X² എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ X² ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? X2 നമ്മൾ 2 എവിടെയാണ് വരേണ്ടത്? നമുക്ക് മുകളിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുക. സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് മുകളിൽ പോകും. അപ്പോൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ലൈനിന് തൊട്ട് ബിലോ ആയിട്ടൊരു ടെക്സ്റ്റ് വരണമെങ്കിൽ എന്ത് കൊടുക്കണം? സബ്സ്ക്രിപ്റ്റ് കൊടുക്കണം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലൈനിന് തൊട്ട് മുകളിലായിട്ട് എബോവ് ആയിട്ട് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+E സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+E ഇപ്പോൾ Ctrl+Shift+E കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലും പ്ലസ്സും ഒന്നിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ Shift+E കൊടുത്താലും നമുക്ക് അവിടെ പ്ലസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ Ctrl++ അങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഷോർട്ട് കട്ട് കീ ആയിട്ട് കൊടുത്തേക്കുന്നത് Ctrl+Shift++ എന്നാണ്. അപ്പോൾ പ്ലസ് വരണമെങ്കിൽ നമ്മൾ Shift+E കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? പ്ലസ് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും പഠിച്ചു വെക്കുക. Ctrl+Shift+E അല്ലെങ്കിൽ Ctrl+Shift++ എന്നോ കൊടുക്കുക. സാധാരണ Ctrl+Shift+E ആണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നോക്കിയേ, സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ Ctrl+E സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ Ctrl+Shift+E ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത പോകാനുള്ളത് ചേഞ്ച് കേസ് ഓപ്ഷൻസിലേക്കാണ്. ഹോം ടാബിലെ ചേഞ്ച് കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടും 5 ഓപ്ഷൻസ് ആണുള്ളത്. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. ഇനിയിപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കേസ്? ജസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കി, ഈ സെൻറ്റൻസിൽ എല്ലാം എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റൻസ് കേസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ചേഞ്ച് കേസിനകത്തെ സെൻറ്റൻസ് കേസ് കൊടുക്കുക. സെൻറ്റൻസ് കേസ് കൊടുത്തു കഴിയുമ്പോൾ എന്താകും? എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്തായി മാറും? ക്യാപിറ്റൽ ലെറ്ററായി മാറും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോവർ കേസ് ആണ്. എല്ലാം സ്മോൾ ലെറ്റർ ആകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ലോവർ കേസ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് ആണ്. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? അപ്പർ കേസ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷമുള്ളത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്തായി മാറും? ക്യാപിറ്റൽ ലെറ്ററായി മാറും. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ. അടുത്ത ലാസ്റ്റ് വൺ ടോഗിൾ കേസ് ആണ്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഉള്ളത് സ്മോൾ ആകും, സ്മോൾ ലെറ്റർ ഉള്ളത് ക്യാപിറ്റൽ ആകും. നോക്കിയേ, ടോഗിൾ കേസ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്, ബാക്കിയെല്ലാം സ്മോൾ ആണ്. നമ്മൾ ടോഗിൾ കേസ് കൊടുത്തു കഴിയുമ്പോൾ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് സ്മോളായി, സ്മോൾ ഉള്ളതെല്ലാം ക്യാപിറ്റലായി. അപ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചേഞ്ച് കേസ് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 5 എണ്ണമാണ്. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. അത്രയുമാണ്. ഇനി നമ്മുടെ ഈ ഒരു വേർഡിനകത്ത് ഏതെങ്കിലും ടെക്സ്റ്റിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഹൈലൈറ്റ് കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കളേഴ്സ് ഉണ്ട്. അതിലേത് കളറാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയെന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഹൈലൈറ്റ് ആകും. ഇനി അടുത്ത ഉള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കളറാണ്. നമ്മുടെ ഈ ടെക്സ്റ്റിന് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് കളർ, ഫോണ്ട് കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കളേഴ്സ് ഉണ്ട്. ഇതിലേത് കളറാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറ് ഫോണ്ടിൻ്റെ കളറായിട്ട് ചേഞ്ച് ആകും. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം.
അപ്പോൾ ഇത്രയുമാണ് ഈ ഫോണ്ടിനകത്ത് വരുന്നത്. പിന്നെ ഫോണ്ട് ഡയലോഗ് ബോക്സ് നമ്മൾ പറഞ്ഞു ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണ്, കൺട്രോൾ D കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ Ctrl+Shift+F കൊടുത്തു കഴിഞ്ഞാലും എന്ത് വരും, ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ കൊടുത്ത് കാണിച്ചത്. ഇപ്പോൾ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ എന്തൊക്കെയുണ്ട്, ഇതിലുമുണ്ട് ഫോണ്ട് ഉണ്ട്, ഫോണ്ട് സ്റ്റൈലുണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഓൾ ടെക്സ്റ്റ് ഫോണ്ട് കളറ്, അണ്ടർലൈൻ സ്റ്റൈൽസ് ഇവിടെ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടർലൈൻ കളറ് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫോണ്ട് ഡയലോഗ് ബോക്സിലുള്ളത് ഏതാണ്, ഫോണ്ട് എഫക്റ്റ്. ഫോണ്ട് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഉണ്ട്, സെലക്ഷൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കി ഒരു സാമ്പിളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണ്ട് എഫക്ട്സിനകത്ത് ഏതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫോണ്ട് എഫക്ട്സിൽ വരാത്ത ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കും. ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്, സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഷാഡോ, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, സ്മാൾ ക്യാപ്സ്, ആൾ ക്യാപ്സ്, ഹിഡൻ. ഇത്രയുമാണ് ഇതിനകത്തുള്ളത് ഫോണ്ട് എഫക്ട്സിനകത്ത് വരുന്നത്. അപ്പോൾ ഫോണ്ട് എഫക്ട്സിൽ വരുന്ന ഏതാ, എഫക്ട്സിൽ വരാത്ത ഏതാന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സ്ട്രൈക്ക് ത്രൂ നമുക്കറിയാമല്ലോ, എന്താ, ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ. ഡബിൾ സ്ട്രൈക്ക് ത്രൂ ആകുമ്പം എന്ത് വരും, 2 ലൈൻ വരും. അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് അറിയാമല്ലോ, ലൈന് തൊട്ട് മുകളിൽ പോകും. സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ താഴെ വരും. ഇനി ഷാഡോ പോലെ വരണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഷാഡോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് എന്താണ്, ഔട്ട്ലൈൻ വരണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം, ഔട്ട്ലൈൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എംബോസ്, ഇതാണ് എംബോസ്. അടുത്തത് എൻഗ്രേവ്. പിന്നെ സ്മോൾ ക്യാപ്സ്, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ആയിട്ട് കൊടുക്കുക. പിന്നെ ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഓൾ ക്യാപ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഹിഡൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ അതറിഞ്ഞാൽ മതി എഫക്റ്റിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫോർമാറ്റിംഗ്, ഇവിടെ നമ്മൾ കുറേ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടില്ലേ, കളർ കൊടുത്തു, ഏതാ, സ്ട്രൈക്ക് ത്രൂ കൊടുത്തിട്ടുണ്ട്, ബോൾഡ് കൊടുത്തിട്ടുണ്ട്, ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫോർമാറ്റിംഗ് നമുക്ക് വേറൊരു ടെക്സ്റ്റിന് വരണമെങ്കിൽ ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോർമാറ്റിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ബ്രഷ് പോലെ ആകും. ഇനി നമുക്കിത് ഏത് ടെക്സ്റ്റിനാണോ കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേ ഫോർമാറ്റിംഗ്, അതായത് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിന് എന്തൊക്കെ ഫോർമാറ്റിംഗ് ചെയ്തിട്ടുണ്ടോ അത് തന്നെ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത് ആ ടെക്സ്റ്റിന് കിട്ടും. ഇതാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്